മാഷേ, അടുത്ത കാലത്തെങ്ങും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെന്നല്ല കേരളത്തിൽ ഒരിടത്തും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല കോൺഗ്രസിൻ്റെ വകയായിട്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടെന്നുമാണ് കേൾക്കുന്നത്. വല്ല വിവരങ്ങളും അറിഞ്ഞോ മാഷ്? രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ഒരിക്കലും കോൺഗ്രസ് ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ, റേപ്പ് പോലുള്ള കേസുകൾ അതിജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പം രണ്ട് കേസിൽ ജാമ്യം കിട്ടി. ഒരു കേസിനെ, മൂന്നാമത്തെ കേസിലെ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ പ്രസക്തവുമാണ്. കാരണം രണ്ട് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു കോടതിയുടെ ബെയിൽ കണ്ടീഷൻ പൂർണ്ണമായും പാലിക്കപ്പെട്ടു പോകുന്ന ഒരു MLA ആയ ഒരാളിനെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യണോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണെങ്കിൽ പോലും നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു നിയമസഭ ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യത, വിദൂര സാധ്യത പോലും കാണുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. അത് കോൺഗ്രസ്സിലുമുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുമുണ്ട്, സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഉള്ളവരുണ്ട്. അത് പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് പലപ്പോഴും ഈ അർദ്ധരാത്രിയുടെ അറസ്റ്റും ഇത്തരത്തിലുള്ള കേസിൻ്റെ മെറിറ്റിലെ ചില പരാജയങ്ങളാണ് ചർച്ച അത്തരത്തിലേക്ക്. ഇല്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള ചർച്ച പോലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു വളരെ രസാവഹമായ കാഴ്ചയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനാണ്. മൂന്നാമത്തെ കേസിലെ വാദി, ഡിഫാക്റ്റോ കംപ്ലൈനന്റ് അല്ലെ വിക്ടിം അല്ലെ അതിജീവിത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ, ആ അതിജീവിത പത്തനംതിട്ട ജില്ലക്കാരിയാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരതാമസം ഉള്ള, വിദേശത്ത് ഉള്ള ഒരു വിവാഹിതയായ യുവതിയാണ്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഓർമ്മ വരുന്നത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. PJ കുര്യൻ സാറ് സൂര്യനെല്ലി കേസിൽ പ്രതിയായി. അന്നത്തെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച കേസാണ് സൂര്യനെല്ലി കേസ്. എനിക്കൊന്ന് കേരളത്തിൽ രാഷ്ട്രീയ നേതൃരംഗത്ത് നിൽക്കുന്ന ഒരു MP ആയി നിൽക്കുന്ന, AICCയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാൾ, അന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാകേണ്ട സാഹചര്യം, അല്ലെ ആയില്ല എന്ന് പറയുന്ന സാഹചര്യം. പിന്നെ അതിനകത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ അന്നത്തെ സമുദായ സംഘടനാ നേതാക്കന്മാരും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ശക്തമായ രംഗത്ത് വന്നു. പക്ഷേ ഇന്നത്തെ അത്രയും സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടമല്ല അത്. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹം വളർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറിപ്പോയത്. യഥാർത്ഥത്തിൽ സൂര്യനെല്ലി കേസിന് മുമ്പുള്ള കുര്യൻ സാറും സൂര്യനെല്ലി കേസിന് ശേഷമുള്ള പ്രൊഫസർ PJ കുര്യൻ സാറിനെയും കമ്പയർ ചെയ്യുമ്പോൾ, ഈ സൂര്യനെല്ലി കേസായിരുന്നു പ്രൊഫസർ PJ കുര്യൻ സാറിൻ്റെ ഗ്രാഫ് കുത്തനെ, എന്താ പറയുന്നത്, നമ്മുടെ സ്വർണത്തിൻ്റെയൊക്കെ വില ഇന്ന് കയറിയില്ലേ, 1,15,000 ആണെന്ന് തോന്നുന്നു സ്വർണ്ണവില. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കയറിയോണക്ക് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യനെല്ലി കേസിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷമായിരുന്നു അന്ന്, അല്ലെ ആ ആരോപണം നേരിട്ടതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മേപ്പോട്ട് പോയത്. പക്ഷെ നമുക്ക് ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. കാരണം അന്ന് ദൃശ്യമാധ്യമങ്ങൾ പോലും സജീവമല്ല. ദൂരദർശൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന്, അല്ലെ യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്ന് തന്നെ കേരളത്തിൽ തന്നെ ഇത്രയും ദൃശ്യമാധ്യമങ്ങൾ ഉണ്ട്, പത്രങ്ങൾക്ക് പ്രചാരം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത, വിദൂര സാധ്യത പോലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നില്ല. പിന്നെ ഈ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു അംഗത്വം കൊടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. പിന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുള്ള ഒരു സംഘടന ഉണ്ട്, കേരളത്തിൽ മെൻസ് കമ്മീഷന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മെൻസ് കമ്മീഷൻ്റെ പ്രസക്തിയെപ്പറ്റി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായി ക്യാപ്സ്യൂളുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി വേണമെന്ന് പറയുന്ന, അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നില്ല മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ചർച്ച, ആ ചർച്ചയ്ക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് പോലെ ഒരു വശത്ത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ മെൻസ് കമ്മീഷൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ഒരുപക്ഷെ മെൻസ് കമ്മീഷന്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് കുറച്ച് വോട്ടുകൾ
പിടിക്കുകയും ചെയ്യും. കാരണം വേട്ടയാടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ ആർക്കുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പിന്നെ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നതിന് ഒരു ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരു പ്രമുഖനായ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുടെ പക്വതയൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ പക്വതയെ പറ്റിയും അത് പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും തുടർച്ചയായി ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾ പരാതിക്കാരായുള്ള വിഷയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ തടസ്സവാദങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഉയർത്തപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വളരെ പ്രതിസന്ധിയിലായിരുന്നു അടുത്ത സമയത്ത്. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്നും ഈ ഷിംജിത വിഷയം വന്നതോടുകൂടി, ദീപക് വിഷയം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുകയും കേരളത്തിലെ പുരുഷന്മാർ, അല്ലെങ്കിൽ കേരളത്തിലെ നിഷ്പക്ഷരായ സ്ത്രീകൾ, കേരളത്തിൽ ചിന്തിക്കുന്ന ചില സ്ത്രീകൾ, അവരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പാലക്കാട് വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഈ മെൻസ് കമ്മീഷൻ എന്നും ആവശ്യപ്പെടുന്ന ആ ആവശ്യത്തിന് വേണ്ടി മുറവിളി മുഴക്കുന്ന, അല്ലെ ആ ഒരു ആവശ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ ആ സംഘടനയുടെ സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ അവതരിച്ചുകൂടായില്ല. അപ്പോൾ അവതരിച്ചേക്കാം എന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ അങ്ങനൊരു ജെൻഡർ പൊളിറ്റിക്സ് അത് തെരഞ്ഞെടുപ്പിൽ നല്ല പ്രവണതയാണോ? അല്ല, പ്രവണത നല്ലതാണോ ഇല്ലയോ എന്നുള്ളതിലുപരി ഇതിൽ കുറച്ചു പേര് നമ്മളൊരു രണ്ട് പക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രത്യക്ഷത്തിൽ രണ്ട് പക്ഷം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ഈ കേസ്, നമ്മൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് നമുക്ക് കോടതിയിൽ ഇരിക്കുന്നുണ്ട്, പോകാൻ പറ്റില്ലെങ്കിൽ പോലും ഈ പറയുന്ന ഈ കേസിനകത്തിലെ രണ്ട് അതിജീവിതകളെന്ന് പറയുന്ന വ്യക്തികളും വിവാഹിതരാണ്, ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്നവരാണ്. അപ്പം ഇത്തരത്തിൽ ഭർത്താക്കന്മാരോടൊപ്പം കഴിയുന്ന, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉന്നത സാമ്പത്തിക പശ്ചാത്തലമുള്ള, സമൂഹത്തിൽ വിലയും നിലയുമുള്ള, സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കേണ്ട വ്യക്തികൾ ഒരു ദിവസം വന്നു പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ഹോട്ടലിൽ മുറിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ ചെന്നു, എന്നെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു. ഈ അതിജീവിതകളെന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമല്ല, ഈ അതിജീവിതകൾക്കെല്ലാം പറയാൻ ഓരോ കഥകളുമുണ്ട്. ഞാൻ ജീൻസ് മേടിച്ചു കൊടുത്തു, ഞാൻ ചെരുപ്പ് മേടിച്ചു കൊടുത്തു, ഞാൻ ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെപ്പോഴും ഒരു വിഭാഗത്തെ അമിതമായി പ്രീണിപ്പിക്കുമ്പോഴും അമിതമായി അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും മറുവിഭാഗം ശക്തമായി രംഗത്ത് വരുമെന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക്, അത് ഭരണാധികാരികൾക്കുണ്ടാവണം, അത് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാവണം, അത് ജനങ്ങൾക്കുണ്ടാവണം. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പാലക്കാട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മെൻസ് കമ്മീഷനെ പോലെയുള്ള, അല്ലെങ്കിൽ മെൻസ് കമ്മീഷന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. അല്ലെങ്കിൽ അവിടെ അന്നും അദ്ദേഹം മത്സരിച്ചാൽ കുറച്ച് വോട്ടുകൾ, നല്ല ഗണ്യമായ വോട്ടുകൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ്. സാർ ഈ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്ന് വോട്ട് പിടിക്കുന്നത്. കാരണം അവിടെ ഒരു പക്ഷത്തിൻ്റെ ന്യായങ്ങൾ അവിടെ അമർച്ച ചെയ്യപ്പെടുകയും ജെന്യുവിനല്ലാത്ത പരാതികൾ ഇത്തരത്തിൽ വലിയ ഗ്ലോറിഫൈഡ് പരാതികളായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മറുപക്ഷം ഒരിടത്തുണ്ടാവുകയും അവിടെ അയാൾക്ക് ഇത്രയും സ്വീകാര്യത കിട്ടാൻ തന്നെ കാരണം ഇതുതന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും സ്വീകാര്യത അയാൾക്ക് കിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ ജനങ്ങൾക്ക് നാളെ അയാളെ കണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കേണ്ടയാൾ, അത് സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, ചെറുപ്പക്കാരികളെന്നില്ല, വൃദ്ധരെന്നില്ല, അത്തരത്തിലുള്ള ആളുകൾ സമീപിക്കേണ്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള വേഷം ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് നഷ്ടം വരുന്ന, അല്ലെങ്കിൽ ജനം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തികളിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മുടെ പുരുഷന്മാർ മാത്രമല്ല,
ഇങ്ങനെയുള്ള സ്ത്രീകളെ എതിർക്കുന്നത്. സ്ത്രീകളിൽ തന്നെ നല്ലൊരു വിഭാഗവും തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെയുള്ള അവകാശവാദം സ്ത്രീകൾ നമ്മളിപ്പോൾ വീട്ടമ്മമാര് സോഷ്യൽ മീഡിയ കമന്റുകൾ പരിശോധിച്ചാൽ ഒരുപാട് വരുന്നു. അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പിന്നെ ഈ പ്രമുഖരായിട്ടുള്ള വനിതകള്, വീട്ടമ്മമാര് വീട്ടമ്മമാരെ, എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികള്, ആഗോള വ്യാപകമായിട്ട് തന്നെ ഈ സ്ത്രീകൾ ഇങ്ങനെ അവർക്കുള്ള അവകാശങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന പേരിൽ പ്രസ്ഥാനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ അപ്പം പ്രസ്ഥാനം. നമുക്കൊരിക്കലും അപ്പോൾ ഈ ഗ്രീൻ പൊളിറ്റിക്സ് പോലെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ആൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് കേരളത്തിൽ അതിനൊരു പ്രചാരണം കിട്ടാനെങ്കിലും, തീർച്ചയായിട്ടും ജയിച്ചില്ലെങ്കിൽ പോലും അതിന് പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അയാൾക്ക് ഗണ്യമായി വോട്ട് പിടിക്കാൻ സാധിക്കും. ആ വോട്ട് പിടിക്കുന്നത് ചിലപ്പോൾ UDF-ന്റെ ആണോ LDF-ന്റെ ആണോ BJP-യുടെ ആണോ എന്ന് പറയാനും പറ്റത്തില്ല. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ വോട്ട് പിടിക്കും. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വൃദ്ധരുടെയും ഒക്കെ തന്നെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾ അമിതമായിട്ട് ഈ നിയമങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രവണത, ഒരു റിയാക്ഷൻ, ഒരു കൗണ്ടർ ആക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.